This video is sponsored by Yati Bakes. Happiness packed in every box and co-sponsored by V Digital TV. Enjoy 600 plus live TV channel at free of cost. ഓണം ബമ്പർ വിജയിയുടെ വിശേഷങ്ങൾ അറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളം. ഒന്നും രണ്ടുമല്ല 25 കോടിയാണ് ആലപ്പുഴ സ്വദേശിയായ ശരദിന് ലഭിച്ചിരിക്കുന്നത്. ഇത്രയും കോടി ലഭിച്ച ശരദിന്റെ ഭാവി പദ്ധതി എന്താണെന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇപ്പോഴിതാ ആദ്യമായി ശരദ് എന്ന കോടീശ്വരൻ മനസ്സ് തുറക്കുകയാണ്. വൺ ഡോക്സിന് നൽകിയ അഭിമുഖത്തിലാണ് ശരദിന്റെ പ്രതികരണം. വായിക്കാം. കേരളത്തിൽ ഇന്നും സ്വർണ്ണവില ഉയർന്നു. ഇന്നലെ 2 തവണയായി 1400 രൂപ ഉയർന്ന പിന്നാലെയാണ് ഇന്നും വില മുന്നേറ്റം. രാജ്യാന്തര വിപണിയിൽ വലിയ മുന്നേറ്റം നടത്തിയ ശേഷം സ്വർണം ഇന്നലെ വൈകിട്ട് ഇടിഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും കയറാൻ തുടങ്ങി. ഓൺലൈൻ സ്വർണ്ണ വ്യാപാരം വൻതോതിൽ കൂടിയതാണ് വില അടിക്കടി ഉയരാൻ കാരണം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ബഹളത്തിൽ മുങ്ങിയ നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. പ്രതിപക്ഷ അംഗത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബോഡി ഷെയ്മിംഗ് നടത്തിയെന്ന് ആരോപണം ഉയരുകയും ചർച്ച ചൂടുപിടിക്കുകയും ചെയ്തിരിക്കെ പി ചിത്തരഞ്ജൻ വഴി അടുത്ത വഴി. പ്രതിഷേധത്തെ തുടർന്ന് നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 3 UDF അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു. ഇനി സഭയ്ക്ക് പുറത്തു കാണാം. സമൂഹ മാധ്യമത്തിൽ വളരെ ശ്രദ്ധേയമായ കുറിപ്പുകൾ പങ്കുവയ്ക്കുന്ന ഡോക്ടറാണ് സൗമ്യ സരിൻ. വൈദ്യരംഗത്തെ നിരവധി സംശയങ്ങൾക്ക് സൗമ്യ സരിന് തന്റെ സമൂഹ മാധ്യമത്തിലൂടെ മറുപടി നൽകാറുണ്ട്. സാമൂഹിക വിഷയങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സൗമ്യയ്ക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുമുണ്ട്. ഷാർജയിലെ ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തി സ്വന്തം നിലപാടുകൾ ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വിപിനെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മാധ്യമങ്ങൾക്കെതിരെ ഷിംന അസീസ് രംഗത്ത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കുഞ്ഞ് മരിച്ചതിന് പിന്നാലെയാണ് അച്ഛനായ സനൂപ് ഡോക്ടറെ ആക്രമിച്ചത്. ഡോക്ടറെ വെട്ടിയത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, ആരോഗ്യവകുപ്പ്, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എന്നിവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് സനൂപ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത്. സമൂഹ മാധ്യമത്തിൽ ഏറെ ജനപ്രീതിയും ഫോളോവേഴ്സുമുള്ള IAS ഉദ്യോഗസ്ഥനാണ് പി നൂഹ്. പുതുതലമുറയ്ക്ക് പ്രചോദനമേകുന്ന നിരവധി സന്ദേശങ്ങൾ ഇദ്ദേഹം പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോൾ ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായ പി നൂഹ് പത്തനംതിട്ട ജില്ലാ കളക്ടർ ആയിരിക്കുമ്പോഴാണ് വലിയ ജനപ്രീതി നേടുന്നത്. ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിയാൻ പോകുന്നു എന്ന് പ്രവചനം. നിലവിൽ ബ്രെന്റ് ക്രൂഡ് ബാരലിന് $66. ഇത് $52 ഇടിയുമെന്നാണ് US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്. ഗോൾഡ്മാൻ സാക്സും JP മോർഗനും സമാനമായ പ്രവചനം നടത്തുന്നു. അങ്ങനെ സംഭവിച്ചാൽ 2026 വലിയ സാമ്പത്തിക നേട്ടത്തിന്റേതാണ്. 2025 ഏറ്റവും സമ്പന്നരായ 100 ഇന്ത്യക്കാരുടെ ഔദ്യോഗിക പട്ടിക പുറത്തിറക്കി ഫോർബ്സ്. $105 ബില്യൺ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയാണ് പട്ടികയിൽ ഒന്നാമത്. ഗൌതം അദാനിയാണ് രണ്ടാമത്. 92 ബില്യൺ ആണ് അദ്ദേഹത്തിന്റെ ആസ്തി. സാവിത്രി ജിൻഡാൽ ആൻഡ് ഫാമിലിയാണ് 42 ബില്യൺ മൂന്നാം സ്ഥാനത്തുള്ള. സൗദി അറേബ്യയും പാകിസ്ഥാനും അടുത്തിടെ ഒപ്പുവച്ച പ്രതിരോധ കരാർ വലിയ ചർച്ചയായിരുന്നു. ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ മറ്റേ രാജ്യം ഇടപെടുമെന്നതായിരുന്നു കരാറിന്റെ കാതൽ. അതായത് സൗദി അറേബ്യയെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ ആ രാജ്യത്തിനെതിരെ പാകിസ്ഥാൻ യുദ്ധം ചെയ്യും. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന അവകാശവാദം ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ പലപ്പോഴായി തള്ളിക്കളഞ്ഞ അവകാശവാദമാണ് ട്രംപ് ആവർത്തിക്കുന്നത്. താരിഫ് ചുമത്തിയതിന്റെയും വ്യാപാര നയങ്ങളുടെയും ഫലമായാണ് സംഘർഷം അവസാനിച്ചതെന്നും കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്ത ട്രംപ് പറഞ്ഞു.